ഹലോ, അപ്പോൾ നമുക്ക് സിമ്പിൾ ഈസി ടേസ്റ്റി സൂപ്പർ ചിക്കൻ കറി വെച്ചാലോ. അതിനായിട്ട് അടുപ്പത്ത് പാൻ വെക്കുക. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് കടുകിടുക, ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലാട്ടോ, നമ്മൾ ചതച്ചാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു കറിക്ക്. അതിൽ പകുതി ക്വാണ്ടിറ്റി, ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. എപ്പോഴും വെളുത്തുള്ളി മുന്നേ നിന്നാലും പ്രശ്നമില്ല, ഇഞ്ചി കൂടരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇഞ്ചി കുറച്ചും വെളുത്തുള്ളി കൂടുതലുമാണ്. അപ്പോൾ അതൊന്നും നല്ല ബ്രൗൺ ഗോൾഡ് കളർ വരെ നന്നായിട്ടൊന്ന് എന്താ പറയുക വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യല്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ സവാളയുടെ ക്വാണ്ടിറ്റിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് സവാള മധുരം സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് സവാള ഇച്ചിരി കൂടുതലായിട്ട് വേണം, ഗ്രേവി വേണം. അതുകൊണ്ടാണ് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് എരി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതാ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കുക. അതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ. ഓൾറെഡി ഞാൻ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എരിവ് ഒക്കെ ക്വാണ്ടിറ്റി എല്ലാം അവരവരുടെ ചിക്കൻ്റെ അളവിനനുസരിച്ചാണ്. ഞാനിത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചിക്കന് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഈ പൊടികളൊക്കെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പിന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. അതിനുശേഷം ഇതുപോലൊരു കുഴി ഉണ്ടാക്കി എടുക്കുക. ഞാനിവിടെ ഒരു തക്കാളി ഇതുപോലെ വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് 2 കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അത് കാര്യമാക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പതിയൊന്ന് ഇളക്കി ആ ഉള്ളിയൊക്കെ കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തക്കാളിയും ഉള്ളി മസാലയൊക്കെ കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ ചിക്കനാണ്. അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലെ ചിക്കനാണ്, പക്ഷേ എനിക്ക് അത്രയും ഗ്രേവി വേണ്ടാണ് എടുത്തത്. നിങ്ങൾ ക്വാണ്ടിറ്റി നോക്കണ്ട, ആ ഒരു ചിക്കൻ കറിയുടെ മെത്തേഡ് മാത്രം ഒന്ന് ട്രൈ ചെയ്താൽ മതി. എനിക്കിത് ചപ്പാത്തിക്കാണ്, അപ്പോൾ ഇഷ്ടംമാതിരി കറി വേണം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അല്ല ഫ്രൈ ആയിട്ട്, അതായത് എന്താ പറയുക വരട്ടി എടുക്കണമെന്നുള്ളത് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെക്കുക. കാരണം ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഇരുന്ന് വെന്ത് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമ്മുടെ വ്ളോഗൊക്കെ പോയി ഒന്ന് കണ്ടു നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഒന്ന് കമൻറ്റ് ഒരു ലവ് ഇമോജിയെങ്കിലും ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ബൈ.